ഞാനൊരു നിയമം പിടിച്ച ആളായതുകൊണ്ടും ഞാനൊരു വക്കീലായതുകൊണ്ടും കോടതി വിധികളെ നമ്മൾ ബഹുമാനിക്കണം. അതാണല്ലോ ഈ നാട്ടിലെ നമ്മുടെ നടപ്പ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മേൽക്കോടതികളുണ്ടല്ലോ, അത് അതിൻ്റെ വഴിയിൽ വരട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മേൽക്കോടതി ഇപ്പോഴത്തെ വിധി കണ്ടിട്ട് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ? അത് പറയാൻ നമ്മളിപ്പോൾ എനിക്കായാലും അലിക്കായാലും ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിൻ്റെ വിധി പറയേണ്ടത് ജഡ്ജാണ്. പിന്നെ ആ ജഡ്ജ് പറഞ്ഞത് തെറ്റായിപ്പോയോ എന്ന് തീരുമാനിക്കാൻ മേൽക്കോടതി ഉണ്ട്. ആ മേൽക്കോടതി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാമെന്നല്ലാതെ അവിടെ ബാബുരാജ് ആരാണ് പറയാൻ, അലി ആരാണ്, ആരുമല്ല. നമ്മുടെ ഒരു നിയമ സംവിധാനത്തിൽ അങ്ങനെയാണ് കാര്യങ്ങൾ. ദിലീപിനെ പുറത്താക്കിയിരുന്നു അമ്മയിൽ നിന്നും. ദിലീപിനെ തിരിച്ചെടുക്കുക ഇപ്പം ഇപ്പോഴത്തെ കീഴ്ക്കോടതിയിലെ വിധി അനുസരിച്ച് ദിലീപിനെ തിരിച്ചെടുക്കാവുന്ന ഒരു നടപടിയിൽ ഫെഫ്ക ആദ്യം മുന്നിട്ട് വന്നു. അപ്പോൾ ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നു. അങ്ങനെ നിർമ്മാതാക്കൾ സംഘടന അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. താരസംഘടന അമ്മയുടെ ഒരു മെമ്പറാണ് ഇപ്പോൾ താങ്കൾ, സംഘടനയിലെ മെമ്പർ മാത്രമേ ഉള്ളൂ. അത്തരമൊരു തീരുമാനം വന്നാൽ താങ്കൾ എന്ത് ചെയ്യും? ഇപ്പൊ അമ്മയിൽ തിരിച്ചെടുക്കുന്ന ദിലീപിനെ എടുക്കുന്ന കാര്യമായിട്ട് വന്നാൽ? അല്ല, അതെല്ലാം ഇനി അമ്മയുടെ ഭാരവാഹികൾ തീരുമാനിക്കണ്ടല്ലേ. ഇപ്പം നമുക്ക് അതിനകത്ത് പറയാനുള്ള ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയൊക്കെ വരുമ്പോൾ സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ്. എല്ലാ അംഗങ്ങളും തീരുമാനിക്കുന്നത് പോലെയാണല്ലോ. അല്ലാതെ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഞാനൊരു അംഗം മാത്രമാണ് താങ്കൾ പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. പിന്നെ ഓരോ സംഘടനയ്ക്കും